സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് കുട്ടികൾക്കായുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തെ അവധിക്ക് ശേഷം കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോവുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക, പ്രെയർ. ഒരു ദിവസം ആരംഭിക്കുവാൻ ഏറ്റവും ഉചിതമായ മാർഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് ഒരു ദിവസം ആരംഭിക്കാനുള്ള കീ, അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കഴിഞ്ഞ ദിവസം നമ്മൾ കിടന്നുറങ്ങി, ഇന്ന് നമ്മൾ ഒരു പുതിയ ദിവസം കാണുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉറങ്ങിയപ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ ദൈവം രാത്രി മുഴുവനും നമ്മളെ കാത്തു പരിപാലിച്ചു. ഇന്ന് രാവിലെ ദൈവം നമുക്ക് വീണ്ടും പുതിയ ജീവൻ തന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിന് പറയുവാണ്, താങ്ക് യു അപ്പാ, നന്ദി ദൈവമേ, നന്ദി, ഞങ്ങൾക്കൊരു പുതിയ ദിവസം കാണുവാൻ കൃപ തന്നല്ലോ, അതിനായി സ്തോത്രം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ദൈവത്തിന് താങ്ക്സ് പറയുവാണ്. രണ്ടാമതായി നമ്മൾ ദൈവത്തോട് ഹെൽപ്പ് ചോദിക്കുകയാണ്, സഹായം ചോദിക്കുകയാണ്. ഇന്നത്തെ ഓരോ കാര്യങ്ങളും, നമ്മളിന്ന് സ്കൂളിലേക്ക് പോകുന്നു, നമ്മുടെ യാത്ര, അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പുതിയ ഫ്രണ്ട്സിനെയാണ് നമ്മളിന്ന് കാണുന്നത്. പുതിയ ടീച്ചേഴ്സാണ്, പുതിയ ക്ലാസ്സാണ്, പുതിയ സാഹചര്യമാണ്. അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കുവാൻ, നല്ല കൂട്ടുകാരെ കിട്ടുവാൻ, അധ്യാപകർ സ്നേഹത്തോടെ പെരുമാറുവാൻ, നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലാകുവാൻ, അതിന് സഹായിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് നമ്മൾ സഹായം ചോദിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ സഹായം ചോദിക്കേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. സദൃശ്യവാക്യം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തോടുള്ള ഭക്തി, ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് നോളജ്. ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവത്തെ പേടിക്കുക, യഹോവയെ പേടിക്കുക എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക, യഹോവ ഭക്തി. പക്ഷേ ഈ പേടി എന്ന് പറയുന്നത് വെറുതെ ഒരു പേടിയല്ല. എന്നാൽ യഹോവ ഭക്തി എന്നുള്ള വാക്ക് ബഹുമാനത്തോടുകൂടെ ആദരവോടു കൂടിയ ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ ശിക്ഷിക്കും, നമ്മളെ അധ്യാപകർ നമ്മളെ തല്ലും എന്ന് പറയുന്നൊരു പേടിയല്ല. ആദരവോടുകൂടെയും ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു കാര്യമാണ് യഹോവ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി വേണമോ, നമുക്ക് ഓർമ്മശക്തി വേണമോ, പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമോ, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ യഹോവ ഭക്തിയുള്ളവരായിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യമാണ്, നമ്മളൊരു ദിവസം ആരംഭിക്കുമ്പോൾ അത് യേശുവിനോടൊപ്പം ആരംഭിക്കുക, ദൈവത്തോടൊപ്പം ആരംഭിക്കുക. അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുവാൻ, മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുവാൻ, നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ, എല്ലാ ടീച്ചേഴ്സിനോടും സ്നേഹത്തോടുകൂടെ പെരുമാറുവാൻ, അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അത് ഓർമ്മശക്തിയിൽ നിങ്ങൾക്ക് താങ്ങി നിർത്തുവാനും, കൃത്യസമയത്ത് പരീക്ഷകൾ വരുമ്പോൾ, ടെസ്റ്റ് പേപ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ നന്നായിട്ട് അത് എഴുതുവാനും നല്ല വിജയം നേടുവാനും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ നല്ല കുട്ടികളായി മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ടിരിക്കുവാൻ, നിങ്ങളുടെ പാരൻസിന് നിങ്ങൾ എപ്പോഴും അഭിമാനം പകരുന്നവരായിട്ടിരിക്കുവാൻ, അവർക്കെപ്പോഴും ശോഭയുള്ള ഒരു കിരീടമായിട്ടിരിക്കുവാൻ, നിങ്ങളുടെ വാക്കിലും നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ പ്രവൃത്തികളിലും നടപ്പിലുമൊക്കെയും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും, ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾക്കും ഈ വർഷം അനുഗ്രഹമായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ, നമ്മൾ രാവിലെ പ്രാർത്ഥിച്ച് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പപ്പായ്ക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഒരു കാര്യം നിങ്ങൾ പറയണം, ഗോഡ് ബ്ലെസ് യു പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ. കാരണം വേദപുസ്തകം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പാരൻസിനെ നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹം, ദൈവത്തിൽ നിന്നും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരാൻ
ഒരു കാരണമായിട്ട് തീരുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാരൻസിനെ ഗോഡ് ബ്ലെസ് യു പറഞ്ഞ് നിങ്ങൾ അനുഗ്രഹിക്കണം. തിരിച്ച് നിങ്ങളുടെ പാരൻസും നിങ്ങളെയും അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് നടത്തിത്തരും. നല്ല ഒരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ യാത്രകളിലേക്ക് നമുക്ക് പോകാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട 2 മാസം പ്രിയ കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലം ആഘോഷിക്കുവാനും സന്തോഷമായിട്ടിരിക്കുവാനും അങ്ങ് സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം. ഇന്നു മുതൽ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോവുകയാണല്ലോ. ദൈവമേ, അവരാരംഭിക്കുന്ന സ്കൂൾ വർഷം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാക്കണമേ അപ്പ. ദൈവമേ, ഈ വർഷം അവർ മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ടിരിക്കുവാൻ, അനുസരണയുള്ള കുഞ്ഞുങ്ങളായിട്ടിരിക്കുവാൻ, അവർക്ക് നല്ല കൂട്ടുകാരുണ്ടാകുവാൻ കർത്താവെ, അവരുടെ ക്ലാസ്സിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ദൈവമേ, അവരുടെ വായിൽ നിന്നും തെറ്റായിട്ടുള്ളതൊന്നും വരാതെ വണ്ണം ദൈവമേ, മറ്റുള്ളവർക്ക് ഇൻപം പകരുന്ന, മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല വാക്കുകൾ മാത്രം വരുവാൻ, ഒരു ബാഡ് വേർഡ്സും അവരുടെ വായിൽ നിന്നും വരാതെ വണ്ണം കർത്താവെ, അവരുടെ നാവുകളെ അങ്ങ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിതാവേ, ഇന്നു മുതൽ ആരംഭിക്കുന്ന അവരുടെ സ്കൂൾ വർഷത്തിൽ ഈ വർഷം ദൈവവുമായിട്ട് അധികമായിട്ട് ചേർന്ന് നിൽക്കുവാനും, ഞങ്ങളിന്ന് കേട്ടതുപോലെ പ്രാർത്ഥനയോടുകൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തോട് സഹായം ചോദിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ ദൈവമേ ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ആരംഭിക്കുമ്പോൾ എല്ലാ സ്കൂളുകളെയും എല്ലാ അധ്യാപകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും ദൈവമേ നന്നായിട്ട് പഠിപ്പിക്കുവാൻ അവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും ദീർഘായുസ്സും ശക്തിയും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ വണ്ണം അധ്യാപകരെല്ലാം അങ്ങ് കാത്തു പരിപാലിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് ശരിയായ അറിവ് പകർന്നു കൊടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ കരുതുവാൻ കർത്താവെ എല്ലാ അധ്യാപകരെയും സഹായിക്കണമേ. അതുപോലെ അവരുടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഹെൽപ്പേഴ്സ് ആൻറ്റിമാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡ്രൈവർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സേഫായിട്ട് കർത്താവെ വാഹനങ്ങളിൽ ഒരു അപകടങ്ങളും വരാതെ വണ്ണം കൺമണി പോലെ അങ്ങ് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ പാരൻസിനെയും സമർപ്പിക്കുന്നു. അങ്ങ് കൂടെ ഇരിക്കണമേ കർത്താവെ. ഇന്നു മുതൽ പ്രിയ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അങ്ങയുടെ ദൂതന്മാർ കർത്താവെ കാവൽ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാപത്തും അനർത്ഥവും വരാതെ വണ്ണം അങ്ങയുടെ രക്തക്കോട്ടക്കുള്ളിൽ അവരെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടത്തേക്ക് സമർപ്പിക്കുന്നു. എല്ലാ സ്കൂളുകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ അധ്യാപകരെയും എല്ലാ സ്റ്റാഫുകളെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷം എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലത്തോടുകൂടെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. എല്ലാ മഹത്വത്തോടത്തേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഓക്കെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ധൈര്യമായിട്ട് സ്കൂളിലേക്ക് പോവുക, സന്തോഷത്തോടെ പോവുക, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഈ വർഷം അനുഗ്രഹത്തിലൊരു വർഷമായിരിക്കും. ദൈവം കൂടിയിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ട വേദഭാഗം മറന്നു പോകരുത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഗോഡ് ബ്ലെസ് യു.